അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോലുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു പയ്യനോട് പറയാ, ഡോക്ടറെ ഇത് നിങ്ങൾ പഠിച്ച കാലല്ലപ്പോ, ഇപ്പൊ പെൺകുട്ടികൾ മടിയിൽ വന്നായിരിക്കും. നമ്മൾ ചായ അടിച്ചാനൊക്കെ പോയാല് മടിയിൽ വന്നായിരിക്കാം, അത് ചോദിക്കൊന്നുമില്ല, ആണ് വന്ന് ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ താടി വെച്ച് നിൽക്കണെന്നേരോ താടിയില്ലോരെ മടിയിൽ ഇരിക്കൂല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ദിവസം ഉമ്മ പറയാം, ഓപ്പറേഷൻ ചെയ്ത മോന് ഓപ്പറേഷൻ ചെയ്ത് നിൽക്കണം മകൻ, കാലിന്റെ ലിഗമെന്റ് സർജറി കഴിഞ്ഞ്. അപ്പൊ ഓന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഓനെ കാണാമെന്ന് നിൽക്കണം. എന്നിട്ട് അമ്മ എന്നോട് പറയാണ്, എങ്ങനെ ഡോക്ടറെ ഓന്റെ മടിയിൽ ഇരുന്നില്ല എന്നുള്ളൂ ഓന്റെ ക്ലാസ്സിലെ കുട്ടികൾ. കടക്കിലെ പോന്റെ അടുത്ത് വന്ന് കുത്തിരിക്ക കടക്കൊക്കെ ചെയ്യാതെ അത്രയും മിംഗ്ലിംഗാണ്. നമ്മളെ കുട്ടികളോട് പറഞ്ഞു നോക്കി, എന്താ ഇപ്പൊ തൊട്ട എന്താന്നാ ചോദിക്കുക. നമ്മള് അങ്ങനെ ചിന്തയൊന്നുമില്ലാതെ നമ്മൾ തൊട്ടാ എന്താ പ്രശ്നം സഹോദരങ്ങളെ തോന്നുകയാണ്. അങ്ങനെ തൊട്ടാ ഒരു പ്രശ്നമില്ല തോന്നുകയാണ്. അതൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുത് എന്ന് പറഞ്ഞോ. ഈ തലച്ചോറും ഈ ഹോർമോണുകളൊക്കെ സംവിധാനിച്ചത് പടച്ചോനാണോ? അത് തോന്നുകയാണ്. എന്നെ ഭയങ്കര കെയറിംഗ് ആണെന്ന് പറയാം. അങ്ങനത്തെ ഒരു 6 മാസമായിട്ട് ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണ് ആ ചെക്കനായിട്ട്. അങ്ങനത്തെ ഒരു നോട്ടം പോലും ഇതേവരെ എന്നെ നോക്കിയിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അത് നോക്കൂല, നോക്കിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് പണിയെടുക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ചാൻസ് കിട്ടുമ്പോ മുതലാക്കും. ആ മുതലാക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ചു കാലം നല്ല ആളായി നടക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇതിന് ചാൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് 99% ഞാൻ പറയാം, എന്റെ അഭിപ്രായത്തില് എല്ലാ ആണുങ്ങളും ഇത് കിട്ടുമോ നോക്കിയിട്ട് തന്നെ നടക്കണേ. വെറുതെ ഒന്നല്ല ആരും കൊണ്ടുനടക്കണേ. പെൺകുട്ടികളെ ജ്യൂസും വണ്ടിയുമായി കൊണ്ട് ബൈക്കിന്റെ ബാക്കിൽ കൊണ്ടുനടക്കണേ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ പാവപ്പെട്ട പെൺകുട്ടിയൊക്കില്ല. പെടുമ്പോഴും കുടുങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരന്യ സ്ത്രീന്റെ ദേഹത്ത് കൈവെക്കരുത്, സ്പർശിക്കരുത്, തൊലി തമ്മിൽ ചേരരുത്, തുടരുത് എന്ന് പറഞ്ഞത്, ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച്, ഒറ്റക്കാകരുത്. പിശാച് മൂന്നാമനാണെന്നാണ്. ഈ ബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലൊക്കെ കുടുങ്ങിയ ആൾക്കാരോട് ചോദിച്ചു നോക്കി, അതിന്റെ ഒക്കെ തുടക്കതാണ്. ആകാശം പൊളിഞ്ഞാടുമെന്നാ ചോദിക്കുക കുട്ടികള്. പക്ഷെ ആകാശം ഒന്നും പൊളിഞ്ഞാടൂല. പക്ഷെ ആകാശം പൊളിഞ്ഞാടുന്ന ഒരു ദിവസം വരും. അന്ന് ഇതൊക്കെ തീരുമാനിക്കപ്പെടും. അന്ന് വിചാരണ ഉണ്ട്. ആരൊക്കെ തൊട്ടത്, ആരൊക്കെ തലോടിയത്, ആരൊക്കെ മറവിലൊക്കെ ചെയ്തത് എന്ന് അല്ലാഹു വെളിക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം വരാണ്ട്. ആ ദിവസത്തിന് തയ്യാറെടുക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.